നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പാറമിക്കാവിലും തിരുവമ്പാടിയിലും അശോകേശ്വരത്തും ഒക്കെ തൊഴുതു. അതിനുശേഷം ഭാരത് ഹോട്ടലിൽ കയറിയിട്ട് രാജേട്ടൻ ഇഡ്ഡലി സാമ്പാർ ചട്നി കഴിച്ചു. ഞാൻ മസാല ദോശ കഴിച്ചു. അങ്ങനെ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം കാണാനായിട്ട് പോവാണ്. പോണ വഴി നമ്മൾ നോക്കൂ, തേക്കിൻകാട് മൈതാനം, വടക്കുംനാഥന് ചുറ്റുമുള്ള റൗണ്ടാണിത് കേട്ടോ. വണ്ടികളെല്ലാം ഇവിടെ റൗണ്ട് ചെയ്യും. ഇത് ഗണപതിയുടെ ഒരു ക്ഷേത്രമാണത്. അപ്പോൾ വടക്കുംനാഥൻ്റെ ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനമാണ് ഇത് കേട്ടോ. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ പോയിട്ട് വടക്ക് ഭാഗത്തെത്തുമ്പോൾ വടക്കേ ബസ് സ്റ്റാൻഡ് ഉണ്ട്. വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പോകുന്ന ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം. അതായത് നമ്മൾ നേരത്തെ തൊഴുത അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണിത്. അവിടുത്തെ അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നമ്മൾ എത്തിയിട്ടോ. ഇതാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൻ്റെ കവാടം. ഇതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ പാസ് എടുക്കണം കേട്ടോ. രാജേട്ടൻ പുരാവസ്തു മ്യൂസിയം, പുരാവസ്തു മ്യൂസിയം. രാജേട്ടൻ ഇവിടേക്ക് കിടക്കാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിക്കാണ്. ടിക്കറ്റിന് 35 രൂപയാണ് ഒരാൾക്ക്. സന്ദർശന സമയം 9 തൊട്ട് 1 മണി വരെ, 2 മണി തൊട്ട് 4:30 വരെ. തിങ്കൾ അവധിയാണ്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് വാങ്ങാൻ പോവാണ് കേട്ടോ. രാജേട്ടൻ എത്രയാ ചാർജ്? ഒരാൾക്ക് 35, 2 പേർക്ക് 70. മൊബൈലിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 10 രൂപ കൂടി വേറെ അടക്കണം. അങ്ങനെ ഞങ്ങൾക്ക് 80 രൂപ അടക്കണം. മൊബൈലിൽ ഫോട്ടോ എടുക്കണമെങ്കിലോ? അപ്പോൾ 80 രൂപ അല്ലേ? മൊബൈൽ ഉള്ളിലേക്ക് കൊണ്ടുവന്നോളൂ. ഇവിടെ ആദ്യമായിട്ട് വരണതാ. നമ്മൾ അങ്ങനെ ഒരു സമയം കിട്ടിയില്ല. ഞങ്ങൾ 2 പേർക്ക് 35 രൂപ വീതം 70 രൂപ, ഒരു 10 രൂപ ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്, അങ്ങനെ 80 രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ വാങ്ങി ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ടിക്കറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മളുടെ പേരും അഡ്രസ്സൊക്കെ അവർ എഴുതി വെച്ചു. അവിടെ ഞങ്ങൾ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. കൊട്ടാരത്തിന് അടുത്തേക്ക് നടക്കുകയാണ്. 2 പുറത്തും പുല്ലൊക്കെ വെട്ടിക്കളയുന്ന, അല്ലെങ്കിൽ പുല്ലൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ത്രീകൾ, പണിക്കാരുണ്ട്. അടിക്ക് നോക്കൂ എന്ത് ഭംഗിയായിട്ടാ ചെടികൾ വെച്ചിരിക്കണത്. അടിപൊളിയല്ലേ? നേരെ 2 ഭാഗത്തും പുൽത്തകിടിയാണ്. ആ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി. കേരള സർക്കാരിൻ്റെ ഒരു എംബ്ലമൊക്കെ ഉണ്ട് അവിടെ, കണ്ടില്ലേ? നമ്മളങ്ങനെ മുറ്റത്തെത്തി, ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത്. അവിടെയൊക്കെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് ഇട്ട ചേട്ടാ. അവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട്. അവിടെ നിറയെ കണ്ട ആ സൈഡിൽ. ഇപ്പോഴല്ല, വൈകുന്നേരം വന്നിരുന്നു. ഇവിടെ 5 മണി വരെ ഉണ്ടല്ലോ. നേരെ കയറുക. അതെ അല്ലേ? ഇപ്പോൾ സമയം 9:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. നല്ല ആവണേക്കാളും മുമ്പ് നമുക്ക് ഇതിന് ചുറ്റും നടന്ന് ഒക്കെ ഒന്ന് കാണാം, ഗാർഡനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല വെയിലാണ്. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. നല്ല ശക്തമായ വെയിൽ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം.
പുറത്ത് പോയിട്ട് ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ച് നടക്കാം. നോക്കൂ, വിറ്റാമിൻ ഡി കിട്ടും. അയ്യോ, കുഞ്ഞ് ചെറ്റീമ പൂണ്ടായിക്കണണ്ട. വളട്ടിട്ടാണ് കണ്ടാ. ഈ സൈഡിൽ ചുമന്ന ചെറ്റി, ആ സൈഡിൽ റോസ്, പിങ്ക് പിങ്ക്. ആണോ? ഒരു വള്ളിക്കുടിലൊക്കെ ഉണ്ട് കണ്ട. അവിടെ വള്ളിക്കുടിലൊക്കെ കണ്ടില്ലേ? വള്ളിക്കുടിലും വനവീതി തന്നിലും, വള്ളിക്കുടിലും വനവീതി തന്നിലും സല്ലപിക്കാൻ വന്നവൾ. നിങ്ങളോ? ഞാൻ ചേട്ടനൊക്കെ ചെറുതൊക്കെ ഈ വള്ളിക്കുടിൽ എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വരൂ കേട്ടോ, നിങ്ങളും വന്ന് കാണും അതിമനോഹരമായ ഈ ദൃശ്യമൊക്കെ. ഇതുവഴി കണ്ട, ഓ, ഇവിടെ ധാരാളം ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. വെട്ടി ഭംഗിയാക്കിണ്ട് കണ്ട. ഈ പച്ച, ചോപ്പ, അവിടെ മഞ്ഞ, നിറയെ ചെടികളുണ്ട് കേട്ടാ. കുഴിച്ചിട്ടേക്കണ്ടതൊക്കെ. ചാമ്പ, അത് മൂവി. ഇത് മധുര ലൂവിയാണോ? മധുര അതെ അല്ലേ? പുളിയല്ല, ലൂവിക്ക. മധുരമുള്ളതാ, പക്ഷെ ഒന്നും ഇല്ലല്ല. ഉണ്ടല്ലോ, പച്ചയാ. ആ ആ ഹാ ഹാ. ഗംഭീര ദൃശ്യമല്ലേ? നമ്മളവിടെ അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ ഇത്? ആ മറ്റേ അമ്പലത്തിൽ വെച്ചല്ലേ ഇത് കണ്ടത്? ഈ കെട്ടിടം കണ്ടത് അല്ലേ? ആ, ഇതുപോലെ ചെടികളുടെ അവിടെയാന്ന് പറഞ്ഞ. ആ, ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അതെ ഒറിജിനൽ മുള, ഒറിജിനൽ മുളയാണ്, ഒറിജിനൽ മുളയാണ്, ഒറിജിനൽ മുളയാണ്. അതാണല്ലോ നമ്മുടെ ഇല്ലുണ്ടല്ലോ, വീടിൻ്റെ പറ്റത്തിനായത് പണ്ട് ഇവിടെ കളഞ്ഞത്. ഇത് അതേപോലത്തെ പണ്ടത്തെ വീടുകൾ ഉള്ളിൽ പോയി കാണാം നമുക്ക്. ദിസ് ഈസ് അശോകം. ഇവിടെ നിറയെ ഇല്ലിയുണ്ട് കേട്ടോ. ഇത് മുള, പക്ഷെ പച്ചുപിടിപ്പിച്ചേക്കണതാ. ഇതൊക്കെ നമ്മുടെ പട്ടിപ്പല്ല് എന്ന് പറയുന്നതിൻ്റെ പേര്. ഇതിൻ്റെ കളർ, വേറെ കളർ നമ്മുടെ വീട്ടിലുണ്ട്. അതെന്താ അവിടെ കാണുന്നത്? ഭയങ്കര രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇതെന്ത് മര ചേട്ടാ? എന്തൊരു വലിയ മര! എൻ്റെ അമ്മേ! ഓ, ആ ദൃശ്യം നോക്കൂ, കെട്ടിടത്തിൻ്റെ അവിടെ കിളിവാതിലൊക്കെ കണ്ട.
ആ സൈഡിൽ മുകളിൽ നിന്നിട്ട് ആൾക്കാർക്ക് നോക്കാനായിട്ട്. അമ്പാ ഇത് തേക്കാട്ടാ, പക്ഷെ ഇത് തേക്കല്ല, ഇത് വേറെ എന്തോ ഒരു മര. ഇത് ഇവിടേക്ക് കയറിയിട്ട് അതായത് ചേട്ടാ നമ്മൾ ഇതിക്കോടെ ബസ് പോവില്ലേ, വണ്ടി കാറിൽ വരുമ്പോഴൊക്കെ ഇതിക്കോടല്ലേ വരിക. ഇത് പുളിയാട്ടാ, ശരിക്കുള്ള എൻട്രൻസ് അതാണോ? അപ്പോൾ ഇതെന്താണ്? ദിസ് വൺ ആനയുടെ മസ്തകം പോലെ ഇല്ലേ ഇതൊക്കെ? കിഴക്കാ? ഇത് കിഴക്ക് അല്ലേ വണ്ടികൾ വരണത് അല്ലേ? ആ ആ ശരി. ഇവിടെ കാട് കണ്ടാ? എൻ്റെ അമ്മേ എന്തൊരു കാടാണ്. എന്താ ഞാൻ പറഞ്ഞ സാധനം കണ്ട? എന്തോ ഒരു സ്മാരകമാണ്, ചോദിക്കാം നമുക്കല്ലേ. വെട്ടുകല്ലുകൊണ്ട് പണിതിട്ട് കരിങ്കല്ലിൽ ആനയുടെ മസ്തകം പോലെ പിടിപ്പിച്ചേക്കണ്ട. അടിപൊളി. എല്ലാ ഭാഗത്തുണ്ട്. ഇവിടെ നോക്കാം, ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാ. നല്ല സ്റ്റൈലാ അല്ലേ കാണാൻ? അറാ പോലെ വിളക്ക്, വഴിയിൽ വിളക്കുകൾ കണ്ട വഴി ആൾക്കാർക്ക് ഇരിക്കാനുള്ളത് പറഞ്ഞ. ഈ ഭാഗത്ത് ഭയങ്കര കാടാ കണ്ടോ? എൻ്റെ അമ്മേ, അവിടെ നമ്മൾ കുളമൊക്കെ കണ്ട് അല്ല അല്ലേ? കുളത്തിന് അമ്പലത്തിൻ്റെ മറ്റേ സൈഡായി. ഓ നല്ല ഭംഗിയുള്ള മരങ്ങൾ, കാട്ടുമരങ്ങൾ. അതായത് തേക്കിൻ കാടലൊക്കെ ആയിരുന്നേ. ഏതൊരു മരം, ഇതൊക്കെ എന്ത് മരമായിരുന്നു അപ്പോൾ? അവിടെ എന്ത് പൈതൃകോദ്യാനം. ഓ ഹെറിറ്റേജ് ഗാർഡൻ, പൈതൃകോദ്യാനം. നമുക്ക് കിടക്കാലോ, നമുക്കൊന്ന് പോ. അയ്യടോ പിന്നെ പൈതൃകോദ്യാനം, ഹെറിറ്റേജ് ഗാർഡൻ. ഉണ്ട് പൊന്നെ, അടിപൊളിട്ടാ. പ്ലാസ്റ്റിക് ഫ്രീ സോൺ, ശൃംഗാര. എൻ്റെ അമ്മ, ഇത് കണ്ട? പുരാവസ്തു വകുപ്പ്, പുരാവസ്തു മ്യൂസിയം, തൃശ്ശൂർ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. ചെണ്ടുമല്ലിപ്പൂവേ, അടിപൊളി. കൊച്ചു കൊച്ചു ചെടികൾ. അപ്പം ഇങ്ങനെ നമുക്ക് പോവാം അല്ലേ? ഇടത്തോട്ട് പോയിട്ട് മറ്റേ കൂടെ വരാം. അല്ലാണ്ട് എങ്ങനെയാ? ഇവിടെ എന്താണ്? ഇതിലെ പോയിട്ട് അതിലേ വരാം. അവിടെ ഒരു പൂ നോക്കാന്നേ, നോക്കാം. ഇത് ഗംഭീരേ. ആ അപ്പുറത്ത് നോക്കാം. ഈ മരങ്ങളെ നമ്മൾ കണ്ടേട്ടോ അപ്പുറത്തുനിന്നേ. പൈതൃകോദ്യാനം സന്ദർശകർക്കുള്ള അറിയിപ്പ്: ഉദ്യാനം വൃത്തിയായും പ്ലാസ്റ്റിക് വിമുക്തമായും സൂക്ഷിക്കുക. പുകവലി, മദ്യപാനം എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ സൈഡിലൊക്കെ വലിയ മരങ്ങളാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബെഞ്ച് കല്ലുകൊണ്ട് ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ട? ബെഞ്ച് പോലെ സ്റ്റൂള് പോലെയൊക്കെ ഇരുന്ന്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ചെടികളാ. ഹാ അടിപൊളി. ചേട്ടാ ഫോട്ടോ എടുത്തിട്ടില്ലേ? അല്ല ഫോട്ടോ എടുക്കണില്ലേ? അതിൽ കല്ലൊക്കെ എന്ത് രസം അല്ലേ? ഇവിടെ ഉണ്ട് കണ്ട ഒരു ബെഞ്ച്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയാം ബെഞ്ച് ഇങ്ങനെ പണിതിട്ടേക്കുക. അന്ന് ഇരിക്കട്ടെ ഇവിടെ. നമ്മുടെ ആദ്യമായിട്ട് കാണല്ല, ഇത്ര അടുത്തുണ്ടായിട്ട് കണ്ടിട്ടില്ലല്ലോ.
കഷ്ടം തന്നെ അല്ലേ നമ്മുടെ ജീവിതം പാഴായ പോയാന്. കൊടുത്തല്ലേ 35 75 70 രൂപ 80 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി പറയാം. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇത് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിൻ്റെ ഗാർഡനാണ് കേട്ടോ. ഇവിടെ അടിപൊളി ഗാർഡൻ കാണില്ലേ ബാക്കിൽ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇവിടേക്ക് വരാം, ഭംഗിയായിട്ട് കാണാം. ഈ തൃശ്ശൂരിൻ്റെ നടുവിൽ ഹൃദയഭാഗത്ത് ഇത്ര നല്ലൊരു സ്ഥലമുള്ളത് നമ്മൾ ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. സ്വസ്ഥമായിട്ട് എല്ലാവരും വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, വരൂ കേട്ടോ, നമുക്ക് പോവാം. എല്ലാം കാണാം. നമുക്ക് അങ്ങോട്ട് നോക്കൂ, കണ്ട കാട് പോലെ അല്ലേ? കാടല്ല, ക്ലീനാണ്. വലിയ വലിയ മരങ്ങൾ, പനയുണ്ട്, തേക്കുണ്ട്, എൻ്റെ അമ്മ എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ. വിളക്ക് കാലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓ അടിപൊളി. പോണ വഴിയുടെ അവിടെയൊക്കെ ഓരോ വിളക്ക് ഉണ്ട് കേട്ടോ ചേട്ടാ. പോവാം നമുക്ക് ഇന്ന്. ഇതൊക്കെ ഇന്ന് വെട്ടിയതാട്ടോ ഇവിടെ. ഈ ചെടിയൊക്കെ ഇപ്പോൾ വെട്ടിക്കണതാ. ഇത് നടക്കാനുള്ള വഴി, ചുറ്റും ചെടികൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോ വിളക്കുകൾ. ഇതൊക്കെ എന്താണ്? ഇതെന്താണ്? ഒരു ചെടി വെക്കണ്ട അല്ല അതിൻ്റെ ഉള്ളിൽ? ഓ, ഒരു ചെടി വെച്ചിരുന്നതാന്ന് തോന്നുന്നു. ഹലോ, കം. ഈ മതിലൊക്കെ കണ്ട എന്ത് ഭംഗിയാ കാണാൻ. വിളക്ക് വലിയ വിളക്കുണ്ട്, കുഞ്ഞ വിളക്കുണ്ട്. ഇത് അങ്ങനെ ഇരുന്നാലേ നമ്മുടെ ക്ഷീണമൊക്കെ മാറും കേട്ടോ. നല്ല കാറ്റുണ്ട്, കണ്ട അടിപൊളി കാറ്റുണ്ട്, രസകരമായ കാറ്റുണ്ട്. നല്ല ബെഞ്ചും വേണമെങ്കിൽ കിടക്കാൻ വേണമെങ്കിട്ടോ, അത്ര നല്ല ബെഞ്ച്. നമുക്ക് അടിപൊളി, നല്ല കാറ്റുണ്ട്, തണലുണ്ട്, ശുദ്ധവായുണ്ട്. ഒരു ശല്യവും ഇല്ല അല്ലേ? തിരക്കില്ല. ഇവിടെയൊക്കെ ചവറ് വീണുണ്ട്, ഇന്നലെ രാത്രി വീണക്കണതാ. ഇതൊക്കെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇവിടെ ഉണ്ട് കണ്ട ഒരു ഇരിക്കാനുള്ള സാധനം. ഓരോരുത്തർക്കും ഓരോ ജോലിയല്ലേ. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. ബാത്റൂമാന്ന് തോന്നണം കേട്ടോ ഇവിടെ അല്ലേ? ജോലിക്കാർക്കും അല്ലെങ്കിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ളതാ. അത് കാവ് കണ്ട, കാവ് സീക്രട്ട് ഗ്രോവ്, പാമ്പുംകാവാണ്. അതായത് ഇങ്ങനെ കാവ് ഉണ്ടെങ്കിലാണ് അവിടെ ജലം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അതെ, കുളത്തിലേക്കൊക്കെ വെള്ളം വരുന്നത് ഈ കാവ് കൊണ്ട്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ നോക്കട്ടാ. അതെന്താ പറയുക? അത്തിമരം കണ്ട, അത്തിക്കായ കണ്ട, അത്തി. രാത്രിയില്ല, 5 മണിക്ക് കഴിയും. പൂ പറിക്കാൻ പോരുന്നു. ഒരു വലിയ പാല വീണ് കിടക്കണു. പാല. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു. മൈലാഞ്ചി ഉണ്ട് ഇവിടെ. ദിസ് ഇസ് മൈലാഞ്ചി. പൂ പറിക്കാൻ പോരുന്നു പെണ്ണാളെ.
പക്ഷെ കുറെ നടക്കുമ്പോൾ കാല് കളിക്കുന്നുണ്ട് അല്ലേ അല്ലേ? അവിടെ ഒരു വലിയ കെട്ടിടം നിൽക്കുന്നുണ്ടല്ലോ, ഷോപ്പ. ഇവിടെ കാട്ടുചേനയൊക്കെ ഉണ്ട് കണ്ട. ഏതമ്പലത്തില്? അശോകേശ്വരത്താ? ഇവിടെ എന്താ ഒരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടല്ലോ, ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ വല്ല അപ്പോൾ ഇതാണ് കാവ് കേട്ടോ, കാവിൻ്റെ ബൗണ്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് മതിലൊക്കെ ഉണ്ട്. ഇനി വീണ്ടും മരങ്ങളുടെ സ്ഥലം, വീണ്ടും ഇവിടെ ഇരിക്കാൻ ആൾക്കാർക്ക് ഒരു ടീ ആകൃതിയിൽ വേണ്ട ഒരു ഇരിക്കാനുള്ളത് ബെഞ്ച്. അല്ല ചേട്ടാ, ഇത് അപ്പുറത്തല്ലേ ആ കെട്ടിടം? നിറയെ ഇരിക്കാനുള്ള ബെഞ്ചുകളുണ്ട് കേട്ടോ. എനിക്കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടാവും ഇവിടെ അല്ലേ? വേണ്ട, വട്ടമേശ സമ്മേളനം നടത്താം ഇവിടെ. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പോവാം. മൂത്രമൊഴിക്കാൻ പോയാലോ? പിടിക്കുമോ അതൊന്ന്? അങ്ങോട്ട് വേറെ ഭാഗമല്ലേ, ടൗണിന്റെ ഭാഗം. അതെ, വട്ടം നല്ലതാ ഇരിക്കാനായിട്ട്. നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ടായിക്കണൊക്കെ അല്ലേ? അല്ല, നല്ല പ്ലാനിങ്ങിൽ ചെയ്തോളൂ അല്ലേ? ലൈറ്റ് കത്തുന്നോണ്ട് രാത്രി ആകുമ്പോൾ സോളാറാണ് അത് അറിയില്ല. ലൈറ്റിന് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ രാത്രി ആൾ കടത്തു പറയില്ല. ഇതാണ് ചേട്ടാ, ഇതെന്തെന്നറിയോ? ഇത് നമ്മുടെ വാസൽ മറ്റേ കറുവാപ്പട്ടയില്ലേ, ഇത് പാണലല്ലേ? ഇത് ആയിരിക്കും. പാണല്. അപ്പോൾ പാണലൊന്നും നമ്മളോട് ഇല്ലാണ്ടായി. അവിടെ പള്ളത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നോക്കിയാർന്നോട്ടാ താഴേക്ക്. നടന്നു നടന്നു. ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, എഴുതിയിട്ടുണ്ട് ചിത്രശലഭം. ഇവിടെ നിന്ന് ചിത്രശലഭം ഉണ്ടാവും. ചിത്രശലഭോദ്യാനം, ബട്ടർഫ്ലൈ ഗാർഡൻ. ചിത്രശലഭം നോക്കാം, എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ഇവിടെ കണ്ടു. ഓരോ കണ്ടോ? ചിത്രശലഭ ഉദ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രശലഭങ്ങളൊക്കെ എവിടേക്ക് പോയി? പരിഹരിക്കൂല. ആനപ്പന നമ്മൾ നടക്കുന്നുണ്ട്. പിന്നെ മരങ്ങളുള്ള കാരണേ തണലല്ലേ. ഇവിടെ കുളം കണ്ട് ചേട്ടാ. ഇത് ഏത് കുളം? അമ്പലത്തിൻ്റെ അശോകേഷ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് ഇറങ്ങാനുള്ള ഇതുണ്ടേ, കണ്ടാ? രാജാക്കന്മാരൊക്കെ ഇവിടെ കുളിച്ചുണ്ടാവുക അല്ലേ? ആ കുളത്തിൻ്റെ അവിടെ ബെഞ്ച് ഇട്ടിങ്ങനെ നിറച്ച്. കുളത്തിൻ്റെ അവിടെ ഇരിക്കാനായിട്ട്, കാറ്റ് കൊണ്ടിരിക്കാനായിട്ടേ എന്താ ബെഞ്ചൊക്കെ പണിതിട്ടുണ്ട് അവിടെ നിറയെ. പക്ഷെ ഇപ്പം ആരും ഇറങ്ങാത്ത കാരണം മുടിഞ്ഞടക്കുക. നമ്മൾ ആ ഭാഗം കണ്ടത് കേട്ടോ, അമ്പലത്തിൻ്റെ ഭാഗം ഒറ്റത്ത്.
വടക്കേച്ചിറയോ? എവിടെ? ആ, വടക്കുന്നാഥനെ തൊഴാൻ പോകുന്നു. വടക്കേച്ചിറ. ആ, ഇവിടെ ഇറങ്ങാം. ഇവിടെ എന്തോ ഒരു സ്മാരകം ഉണ്ട് കേട്ടോ. ചിലപ്പോ അതുപോലെ ഇത് അവിടെ എന്തോ ഉണ്ട്. സെൻട്രലോ? കിണർ കണ്ട? ഇതേ വലിയ കിണർ. തുടിയുണ്ട് പണ്ടത്തെ. കേട്ടോ, ഇവിടെ കയറാണ്ടിരിക്കാൻ കല്ല് വെച്ചേക്കണ്ട. അടുത്ത കൊതു കൊണ്ടിട്ട് ഇവിടെ. ഇതൊക്കെ ഒരേ സ്മാരക ചേട്ടാ. അവിടെ ഇങ്ങനെ ഒരേ കമ്പിയിട്ടേക്കണണ്ട. അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കുളം ഉണ്ടല്ലോ, ആ കുളത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഇവിടെ നിന്നും എൻട്രൻസ് ഉണ്ട്, അമ്പലത്തിൽ നിന്നും എൻട്രൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഇതൊക്കെ എന്താ? ഇതൊക്കെ ആരുടെ സമാധി അല്ലേ? അപ്പുറത്തുള്ളത് ആ സാമൂതിരി. അത് അല്ലേ? കാവ് കണ്ടു 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 കണ്ടു. ഇത് രാമവർമ്മ തമ്പുരാൻ്റെ, അത് ശക്തൻ തമ്പുരാൻ്റെ, അത് സാമൂതിരിയുടെ. അപ്പോൾ സാമൂതിരി ശരിക്കും ഇവിടുത്തെ അല്ലല്ലോ, കോഴിക്കോടല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് മരിച്ചതാ. ആ, അത് ശരി. ഓക്കെ, പുതിയ അറിവുകളാ ഇവർ പറ കണ്ട കാരണം ഞാൻ വന്നേ. ആ ആ നന്ദിനി രാജശേഖരൻ എൻ്റെ ഹസ്ബൻഡാണ്. ചേട്ടാ, ഇത് രാമവർമ്മ തമ്പുരാൻ, അത് ശക്തൻ തമ്പുരാൻ. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പുറത്തേക്ക് ശിവയിൽ. ആ ആ പിന്നെ അവിടെ സാമൂതിരി. ഓക്കെ, ഞങ്ങൾ അവിടെയും തൊഴുതു, പറമേക്കാല് തൊഴുതു, ഭക്ഷണം കഴിച്ചു. ആ ആ ഞാൻ തന്നെ. പേരെന്തെന്നാ? എവിടെ വീട്? കുന്നംകുളം. പിന്നെ പുതുക്കാട്, ഞങ്ങളുടെ നാട്ടുകാരാ. ഇവിടെയാണ് അവിടെ അടക്കം ചെയ്തേക്കണതേ. രാമവർമ്മ തമ്പുരാനും ശക്തൻ ഇവിടെയാണെന്ന് അടക്കം ചെയ്തിരിക്കണത്, മനസ്സിലായോ? അപ്പുറത്ത് കാവുണ്ട്. താമരക്കുളം ഉണ്ട്. ആ 1 2 3 ഇതിന് മുകളിൽ കയറാനല്ല, ഇങ്ങനെ കല്ലുകളിങ്ങനെ വലിയ കല്ലിൽ കൊത്തിയെടുത്തേക്കണതാ, ഒറ്റ കല്ലിലേ. ആ, മീനുണ്ട്. മീൻ കണ്ടോ? മഞ്ഞ മീനുണ്ട്, ചുവപ്പ മീനുണ്ട്, വെള്ളയാ. ആ ഹാ ഹാ അത് വെള്ള. എന്നിട്ട് ഔഷധവനം അവിടുന്ന് ഞാനും കണ്ടു. 1 2 3 4 കണ്ടു, 5 കണ്ടു. 1 2 3 4 5 ഇത്തിരി പായലൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. താമരയാണ് കണ്ടോ? താമര ചെന്താമരേ. ഇപ്പോൾ 10 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ 1 മണിക്കൂർ ഇവിടെ കണ്ടു. ഇത് കണ്ട വള്ളികൾ, ഞാറുള്ള വള്ളി ഊഞ്ഞാലുണ്ടാക്കണേ. പണ്ട് നമ്മൾ ഊഞ്ഞാലിടില്ലേ, ഇങ്ങനത്തെ വള്ളി കൊണ്ട് അതിൻ്റെ വള്ളിയായിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. ഞാൻ ഒന്ന് പിടിക്കാം, ഞാൻ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോട്ടെ, ആ വള്ളിയുടെ അടുത്തേക്ക്.
അമ്പലത്തിലത്തെ അത് കേട്ടാ, നമ്മൾ രാവിലെ പോയ അമ്പലത്തിലത്തെ ഈ കൊട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കേ ഇത് പോവാട്ടോ. ഞങ്ങൾ ഉദ്യാനത്തിൽ നിന്ന് യാത്ര പോവുകയാണേ. ഈ വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ ചേട്ടാ. ഈ വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളുടെ അടയാളമൊന്നും അവശേഷിക്കാതെയും ഇരിക്കട്ടെ. ഉത്തരവാദിത്ത ടൂറിസം ഉത്തരവാദിത്തമുള്ള പൗരലക്ഷണം. ഓക്കേ, താങ്ക് യു. ഞങ്ങൾ പോവാട്ടോ. ഇഷ്ടമായി. കുട്ടി അങ്ങനെ പുറത്തേക്ക് കിടന്നു അല്ലേ, നല്ല കാറ്റ്. ആ പൈതൃകോദ്യാനം നമ്മളിത് കണ്ടിട്ട് പോലും ഇല്ല അല്ലേ. നമ്മളെന്നല്ല ആരും കണ്ടുണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. കണ്ടാ കോളേജാ? അജിത് രാജ. ഞാൻ ഇതിലേ വരുന്നുള്ളൂ കേട്ടോ. എന്താ കാരണം എന്നറിയോ, എനിക്കതിൻ്റെ ഫുള്ള് കിട്ടണം. വെയിൽ വരണേക്കാൾ മുമ്പ് നമ്മളെല്ലാം കണ്ടില്ലേ, ഉള്ളിലല്ലേ. ഉള്ളിൽ ഫോട്ടോ എടുക്കാമല്ലോ, വീഡിയോ വേണ്ട, ഫോട്ടോ എടുക്കാമല്ലോ. എന്ത് വലിയ ജനാലകളല്ലേ, കണ്ടാ, വലിയ ജനാല. അങ്ങനെ നമ്മൾ വലിയ വാതിലിലൂടെ നമ്മൾ ഉള്ളിൽ കിടന്നു. ഒരു പൂമുഖാണ്. വലിയ ഇതെന്താ കാണേ, കൽത്തൂണുകൾ. ഒരു വണ്ടി കിടക്കുന്നുണ്ട് അവിടെ, കുതിരവണ്ടിയാന്ന് തോന്നുന്നു. രാജാവ് സഞ്ചരിക്കുന്ന കുതിരവണ്ടിയാന്ന് തോന്നുന്നത് കേട്ടോ. രഥം കണ്ടോ, എൻ്റെ വീട്. ഇനി നമുക്ക് ഉള്ളിൽ കിടന്നാൽ നമുക്ക് ഫോട്ടോസ് മാത്രമേ എടുക്കാവൂ. എത്ര ഹൈറ്റല്ലേ. അടിയിൽ നല്ല ടൈൽസാണ്, പണ്ടത്തെ ടൈൽസാണ്. വലിയ വലിയ ഈ ഒരു പൂമുഖം തന്നെ എന്ത് വലുതല്ലേ. അങ്ങനെ നമ്മുടെ ഈ വണ്ടിയിൽ നിന്നിട്ട് രാജാവ് യാത്ര പോകാൻ തോന്നുന്നു അല്ലേ. നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. ഉള്ളിലെ അനുജൻ അച്ഛൻ്റെ സംഭാവനകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം, കാണാം, വീഡിയോ പാടില്ല. ഇതാണ് അനുജൻ അച്ഛൻ എന്ന് പറയണത്. അങ്ങനത്തൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇതുണ്ടോ, കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണത്. താഴെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുക, സൈന്ധവ നാഗരികത, ഇൻഡസ് സിവിലൈസേഷൻ. സാധനങ്ങൾ കളിമണ്ണിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതൊക്കെ നമുക്കിങ്ങനെ വായിച്ച് നോക്കി കണ്ടു പോവാട്ടോ. വീഡിയോ ഒന്നും പറ്റില്ല. പുരാതത്വ ഗവേഷണം കേരളത്തിൽ. ഇത് പണ്ടത്തെ വക്ക് പൊട്ടിയ സാധനങ്ങളൊക്കെ, മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് കേട്ടത്. രാമവർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും RVRI ബുള്ളറ്റിനും.
ഇത് നാലുകെട്ടിൻ്റെ മധ്യത്തിലുള്ള നടുമുറ്റാണ് കേട്ടോ. നടുമുറ്റത്ത് ഒരു മുല്ലത്തറയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, ഒന്നുകൂടി കാണാം. എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവിടേക്ക് ആരും ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയണത്. തുളസിയൊക്കെ നട്ടിട്ടുണ്ട്. ആർക്കും ഇറങ്ങാൻ പറ്റില്ല, തൊടാൻ പാടില്ല, ഇവിടേക്ക് വരാൻ പാടില്ല. നമ്മളങ്ങനെ നടന്ന് നോക്കി കണ്ടു പോവുകയാണ് കേട്ടോ. വിഗ്രഹങ്ങളാണ്, ചെമ്പിലൊക്കെ ഉള്ള വിഗ്രഹങ്ങളാണ്. ഗണപതിയുടെ, വിഷ്ണുവിൻ്റെ, അങ്ങനെ ദേവിയുടെ ഒക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ വെങ്കല ശില്പങ്ങളും അവയുടെ വാർപ്പ് രീതിയും, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാൽക്കണ്ണാടി, അങ്ങനെ ചങ്ങരവട്ട തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ അടുക്കളയുടെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ കൊട്ടത്തളാന്ന് തോന്നുന്നു, പാത്രങ്ങൾ കഴുകാനുള്ള സ്ഥലമാണ്. ഓവൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? ഓവ് കണ്ടോ? പാത്രം വലിയ വലിയ ചരക്കൊക്കെ ഉണ്ടാവുമല്ലോ അത് കഴുകാനായിട്ട്. ഇവിടെ എന്താണ് നോക്കൂ, അടുക്കളയോട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ആട്ടുകല്ല്, അമ്മി, ഉരല്, പാത്തി ഒക്കെ ഉണ്ട്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പണ്ടത്തെ കാലം നമ്മളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വലിയ പാത്തി, അരി വാർക്കണ പാത്തിയാണിത്, വണ്ടം പാത്തി. ഇങ്ങനത്തെ ചെറിയ രൂപങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇതിപ്പോൾ അധികം ആൾക്കാരുണ്ടെങ്കിൽ ഇത്രയും വലുത് വേണമല്ലോ. അതുപോലെ പാത്തി ഉണ്ടാകുമ്പോൾ അടപലകയും വേണം. അടപലക ഉണ്ടാവും ഇവിടെ. നോക്കാം, ഭരണികൾ, പാരമ്പര്യ അടുക്കളയും അടുക്കള ഉപകരണങ്ങളും, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് അടപലക? ചോറ് വാർക്കാനുള്ള അടപലക. തിരികല്ല്, ഇതൊക്കെ നമ്മുടെയും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ട തിരികല്ല്. അമ്മി, ചാറുകൾ, വലിയ വലിയ ഈ എന്താ പറയുക, മംഗലികൾ എന്ന് പറയില്ലേ, ചിരവ, ആട്ടുകല്ല്, അമ്മി. വാതിൽ കണ്ടില്ലേ, സാക്ഷിയൊക്കെ ആയിട്ട് വാതിൽ ഭദ്രമായിട്ട് അടയ്ക്കണമെങ്കിൽ ഇത് പറ്റും. ഇത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചട്ടകങ്ങളൊക്കെയാണ്. പറ, കുത്തിട്ടുകം എന്ന് പറയും, കുത്തുചട്ടുകം. ഇവിടെ എന്താ, കുട്ടകം, വലിയ കുട്ടകമാണത്. ഇത് കലം, കൽച്ചട്ടി നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം തന്നെയാണ്. ചീനച്ചട്ടി, ചരുവം, ഇഡ്ഡലിപ്പാത്രം, പ്ലേറ്റ്, തളികകൾ, ട്രേ ആണ്, പാത്രങ്ങളൊക്കെ ട്രേ. ഇത് ചോറ് കോരിയ എന്ന് പറയും. വീരക്കൽ പാരമ്പര്യം. ഇനി വീരക്കല്ലിലുള്ളത്, അതൊക്കെ കരിങ്കല്ലിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ള വീരന്മാരായിട്ടുള്ള നായകന്മാരുടെ ശില്പങ്ങളാണ്. കല്ലിലാണ് വീരന്മാരായതിന് വീരക്കൽ പാരമ്പര്യം. യുദ്ധത്തിൻ്റെ സാധനങ്ങളാണ്. പരിച, വാള്,
വീരക്കൽ പാരമ്പര്യം. ഇവിടെ അമ്പും വില്ലൊക്കെ തുടങ്ങി. വീണ്ടും ഉണ്ടല്ലോ. കുത്തിക്കൊല്ലാണ് പുലിയെ കുത്തുന്നതാ. അമ്പോ വീരക്കല്ലുകളുടെ സവിശേഷതകളാണ് നമ്മൾ കണ്ടതിപ്പോൾ. ഇനി റോയൽ ഭണ്ഡാരപ്പെട്ടി. അമ്പോ നോക്കാലോ. രാജാവിൻ്റെ പണമൊക്കെ സൂക്ഷിക്കുന്ന പെട്ടിയാണ്. പണ്ടത്തെ താഴും താക്കോലൊക്കെ ഇട്ടേക്കണ കണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഓ തുറക്കാനായിട്ട് എന്ത് വലിയ കണ്ടാ. നെക്സ്റ്റ് വീണ്ടും ശില്പങ്ങളാണ്. തട്ടുമ്പോൾ കണ്ട എല്ലാ ഓരോ പുലിയുടെ മുഖം പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. വീണ്ടും 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 ഇതിലേ ഭൂതമാല, ഭൂതങ്ങളുടെ കൂട്ടം. നമ്മുടെ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത്, അതും വടക്കേ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത്, അശോകേശ്വരം ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെയുള്ള ഈ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. എത്ര കളക്ഷൻസാണെന്നറിയോ ഇവിടെ. നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ, കാണൂ. വളരെ കുറച്ച് പൈസ കൊടുത്താൽ പോരെ. 35 രൂപയുള്ള ഒരാൾക്ക് കാണാനായിട്ട്. എന്ത് രസമായിട്ട്. നല്ല മനോഹരമായ ഉദ്യാനം, ഒരു വലിയ പൈതൃകോദ്യാനം, അതുപോലെ ശില്പങ്ങൾ, രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടിൽ, രാജാവ് ഉപയോഗിച്ചിരുന്ന വണ്ടി എന്ന് വേണ്ട കസേരകൾ, അതുപോലെയുള്ള എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് കണ്ടു പോവാം നമുക്ക്. ഒരു കൊട്ടാരത്തിലേക്ക് നമുക്ക് കയറാനുള്ളൊരു ഭാഗ്യം ഇത്ര അടുത്തുണ്ടായിട്ട് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് കേട്ടോ. ഒന്ന് വന്ന് കണ്ടോളൂ എല്ലാവരും. ഇനി ഇവിടെ നാണയങ്ങളാണ് കേട്ടോ. പലതരത്തിലുള്ള നാണയങ്ങൾ നോക്കൂ. കൊച്ചി ഒറ്റപ്പുത്തൻ, ഇരട്ടപ്പുത്തൻ, രാശിപ്പണം, കോതരവിയുടെ തൃപ്പൂണിത്തുറ ലിഖിതം. ഇത് കല്ലിലുള്ള എഴുത്തുകളാണ്. മതിലകം ലിഖിതം കണ്ടോ. മതിലകം ലിഖിതം. താളിയോല ഗ്രന്ഥങ്ങൾ. പനയുടെ ഓലയിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ. കണ്ടില്ലേ, പണ്ടത്തെ വലിയ കോണിയാണ് കേട്ടോ. നല്ല കോണി, നല്ല തറ, നിലം. ഞങ്ങളങ്ങനെ പുറത്തേക്ക് കടന്നു. പുറത്ത് നിന്ന് നോക്കുമ്പോൾ മുറ്റത്തിൻ്റെ ഭംഗി കണ്ടു. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതേപോലെ തന്നെയാ.
രാജാവിൻ്റെ പല്ലക്ക് അതിൻ്റെ ഓരോ ഭാഗം കണ്ടോ. രാജാവിന് കിടക്കണമെങ്കിൽ കിടക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം. കണ്ടു. പെരുമ്പടപ്പ് സ്വരൂപം. അവിടുത്തെ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ വിളക്ക് ചെങ്ങല വിളക്ക് ശക്തൻ തമ്പുരാൻ്റെ കട്ടിൽ തൊട്ടടുത്ത് വലുതാക്കി കാണിച്ചിരിക്കണം. കട്ടിൽ ഇതിൻ്റെ 2 ഭാഗം കണ്ടില്ലേ, എന്താ ഹൈറ്റ് കണ്ടോ. ഇത് അവിടെ വിളക്കാണ്. അടിയിലൊരു വടിയുണ്ട്. ആ വടി എന്ന് വെച്ചാൽ രാജാവിൻ്റെ ചെങ്കോലാണ്. ചെങ്കോല്. ശക്തൻ തമ്പുരാൻ്റെ ജീവചരിത്രമാണ് ഈ എഴുതിക്കുന്നത്. ഇതൊന്ന് സൂം ചെയ്ത് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ശക്തൻ തമ്പുരാൻ. തലപ്പാവ്, രാജകീയ തലപ്പാവ്. എന്ത് രസമല്ലേ. നമ്മൾ ഉള്ളിലുള്ള എല്ലാം കണ്ടു. പുറത്ത് കിടന്നിട്ടാണ് ഇനി കാണുന്നത് കേട്ടോ. മേൽക്കൂരയൊക്കെ കണ്ടില്ലേ, രണ്ട് മുറ്റം കാണാം. ജനലിൽ കൂടെ നോക്കിയപ്പോഴാണ് രാജകീയ ഇരിപ്പിടങ്ങൾ കണ്ടത്. വീണ്ടും ഇവിടേക്ക് പുറത്തേക്ക് വന്നു നമ്മൾ. രാജാട്ട് അവിടെ നിന്ന് നോക്കുകയാണ്. രാജകീയ ഇരിപ്പിടങ്ങൾ ജനലിൽ കൂടെ ഒന്നുകൂടി നോക്കുകയാണ് കേട്ടോ. നോക്കൂ, പുറത്തെ വിശാലമായിട്ടുള്ള പുൽത്തകിടി, ചെടികൾ. നമ്മൾ രാവിലെ ഇതുവഴിയാണ് നമ്മൾ പോയത്, ഓർമ്മയുണ്ടാവുമല്ലോ. 9 മണിക്ക് ഉള്ളിൽ കിടന്നു. 10 മണിക്ക് നമ്മൾ ഗാർഡൻ ഫുള്ള് കണ്ടു. 10 മണിക്ക് ഉള്ളിൽ കയറി. 11 മണിയായപ്പോഴേക്കും എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല 2 മണിക്കൂർ കൊണ്ട് അടിപൊളിയായിട്ട് കണ്ടു, സുന്ദരമായിട്ട് കണ്ടു കേട്ടോ. നമുക്ക് ഇറങ്ങാം. എന്താണ് ശിരോ കവചം. അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോഴേ തലയിൽ വെക്കുന്ന കവചമാണ്. പിന്നെയും കണ്ടു കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ട്. ഓ, വാളൊക്കെ കണ്ടില്ലേ, പരിചയം. കുറച്ചും കൂടി കാണാനുണ്ടല്ലേ. നോക്കുമ്പോൾ എന്താണ് കഥകളിയുടെ രൂപങ്ങൾ.